ഇത് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവില്ലോമല വില്വാദ്രി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അവിടെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹനുമാൻ സ്വാമിക്ക് വടമാല നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മുന്നിൽ തന്നെ കാണുന്നത് ഗുരുവായൂർ ആൽത്തറയിൽ ഗരുഡൻ്റെ അടുത്ത് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമാണ് കേട്ടോ കാണുന്നത്. അത് തൊഴുത് നമ്മൾ നേരെ വലം വെച്ച് വരുമ്പോൾ ഉള്ളിൽ പ്രത്യേകമായിട്ടുള്ള പ്രതിഷ്ഠ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. തൊട്ടടുത്ത് നമ്മുടെ വിഘ്നേശ്വരനും ഉണ്ട്. അതിനകത്ത് ആദ്യം നമ്മൾ തൊഴേണ്ടത് ശ്രീരാമൻ്റെ വിഗ്രഹം ബാക്കിലും ലക്ഷ്മണനാണ് ആദ്യം വരുന്നത്. ലക്ഷ്മണനെ തൊഴുത് ശ്രീരാമനെയും തൊഴുത് ഗണപതിയും തൊഴുത് നമ്മൾ പ്രതിഷ്ഠ വലം വെച്ച് പുറത്തേക്ക് വരുമ്പോൾ ഉള്ളൊരു ആലാണ് കേട്ടോ ഇത്. ഈ ആലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിനുള്ളിൽ ഒരു പല്ലി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാവരും പറയുന്നുണ്ട് അതിവിടെ ഉണ്ട്, ഈ ആലിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. വലുതാണത്, നമ്മളെന്ത് പറഞ്ഞാലും അത് അവിടെ ചിലയ്ക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഇവിടെ കണ്ടോ ഈ കല്ലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത് കണ്ടോ, അട്ടിക്ക് വെച്ചിട്ടുള്ളത്. നമ്മളെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ട് അതിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് എത്രത്തോളം അട്ടിയിൽ വെക്കാൻ പറ്റും, വീഴാൻ പാടില്ല. നമ്മൾ അട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഫലം ആണ്, നമ്മുടെ പ്രാർത്ഥന നടക്കുമെന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നെ കുഞ്ഞു വളകളും ഒക്കെ കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടി വളകളൊക്കെ ആൾക്കാർ പ്രാർത്ഥിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ താഴേക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുണ്ടാണ്, നേരെയുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ, ആഴത്തിലുള്ളൊരു സ്റ്റെപ്പ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയും ശിവനും കൂടെ ഒരുമിച്ച് ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠയാണ് കേട്ടോ അത് കഴിഞ്ഞ് അത് തൊഴുത് നമ്മൾ മേളിലോട്ട് തന്നെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ആൽത്തറയിലിരിക്കുന്ന കൃഷ്ണനെയും കാണാൻ പറ്റും. തിരിച്ച് നമ്മൾ വലം വെച്ച് തിരിച്ച് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തുമുണ്ട് നമ്മുടെ ഈ കല്ലുകൾ അടുക്കി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അതും കൂടെ കഴിഞ്ഞിട്ട് ഇതാ ഈ കാണുന്ന ആൽത്തറ, ഈ ആൽത്തറയിലും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ കല്ലുകൾ അട്ടിക്ക് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും. ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട്. ഇത് തൃശ്ശൂർ ജില്ലയിൽ ലക്കിടി താലൂക്കിലാണെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കിതിൻ്റെ വലിയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഞാൻ നേർന്നിട്ടുള്ള ഉഴുന്നുവടയാണിത്, വട വഴിപാടാണ് കേട്ടോ ഇത്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വടമാലയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടെന്നാണ് പറയുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.